ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ NCPC കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ പറഞ്ഞു. പദ്ധതി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഇതിനെ തകർക്കുന്ന സമീപനമാണ് UDF മെമ്പർമാരും നേതാക്കളും സ്വീകരിച്ചതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ NCPC കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. കൺവീനർ അബ്ദുൽ ഹമീദിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളം നല്ല രൂപത്തിൽ നടത്തിവന്ന പദ്ധതി വാട്ടർ അതോറിറ്റിയിലെ കുടിശ്ശിക കാരണം 2024 സെപ്റ്റംബർ 19 ജലവിതരണം നിർത്തിവെക്കുകയായിരുന്നു. അബ്ദുൽ ഹമീദിന് 2 തവണ ഹൃദയസംബന്ധമായ അസുഖം കാരണം ആശുപത്രിയിലായതിനാൽ ഗുണഭോക്താക്കളിൽ നിന്ന് പണം പിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടിശ്ശിക വന്നത്. നിലവിൽ വലിയൊരു സംഖ്യ പിരിഞ്ഞു കിട്ടാനുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ചേർന്ന് വാർഡുകളിൽ ഗുണഭോക്താക്കളുടെ യോഗം വിളിക്കാനും കുടിശ്ശികയിലേക്ക് ഓരോ ഗുണഭോക്താക്കളിൽ നിന്നും 1000 രൂപ വീതം പിരിച്ചെടുക്കാനും കുടിശ്ശിക അടച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചതും നടപടി തുടങ്ങിയതുമാണ്. ഈ തീരുമാനങ്ങളൊക്കെ നിലവിലുള്ള കമ്മിറ്റി കൺവീനറുടെ സഹായത്തോടെയാണ് ചെയ്തത്. എന്നാൽ പദ്ധതി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഇതിനെ തകർക്കുന്ന സമീപനമാണ് UDF മെമ്പർമാരും നേതാക്കളും സ്വീകരിച്ചത്. മാത്രമല്ല, മുസ്ലിം ലീഗ് ജില്ലാ നേതാവിൻ്റെ നേതൃത്വത്തിൽ പൊതുയോഗത്തിലും മറ്റും കൺവീനർ ഹമീദിനെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും പൊതുജനമധ്യത്തിൽ താറടിച്ച് കാണിക്കുകയും ചെയ്തതിലുണ്ടായ മനോവിഷമത്തിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ജില്ലാ നേതാവിനാണെന്നും മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഓളിക്കൽ ഗഫൂർ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ ഇടയിലൊക്കെ വ്യാപകമായ പ്രചരണങ്ങൾ ഈ ഹമീദിനെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണങ്ങൾ ഈ ഖാദർ മാഷ് പത്രസമ്മേളനം നടത്തി. അതേപോലെ തന്നെ ഒരു റസാക്ക്, അതേപോലെ പിന്നെ ഒരു സാദിഖ്, ഇവർ 3 പേരുമാണ് പല തരത്തിലുള്ള പ്രചരണങ്ങളും നടത്തിയത്. ഞങ്ങൾ 12ാം വാർഡിലെ മീറ്റിംഗ് വിളിച്ച സമയത്ത്, ഗുണഭോക്താക്കളെ യോഗം വിളിച്ച സമയത്ത് ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ ഈ വാർഡിലെ എല്ലാ വാർഡിലെയും യോഗത്തിൽ പങ്കെടുത്ത ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഈ റസാഖും സാദിഖും കൂടി വലിയ രൂപത്തിലുള്ള ഈ മോശമായ വാക്കുകൾ ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ള പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി കട്ടാങ്ങലങ്ങാടിയിൽ വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിൽ ഈ ഖാദർ മാഷ് വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ഈ ഖാദർ മാഷ് പ്രസംഗിച്ചിട്ടുള്ളത്. പിന്നെ ഹമീദ് മരിക്കാനിടയായ സാഹചര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 3 വ്യക്തികളാണ്. അതിനെല്ലാ തെളിവുകളും കാര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. അത് അവരോട് മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യ അഫ്സൻ്റെ അടുത്ത് അദ്ദേഹം ആ കാര്യങ്ങൾ, ഈ 3 ആളെ പേരും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പറയും. അവർ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അവർ 3 പേരാണ് ഈ മരണത്തിന് ഉത്തരവാദികളല്ല, ഒരു തർക്ക കാര്യത്തിലില്ല. അപ്പോൾ അവരുടെ പേരിൽ അതിശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതേപോലെ അവരെ 3 പേരിൽ ഇന്ന് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനപ്രകാരം തന്നെയാണ് പരാതി കൊടുത്തിട്ടുണ്ട്. അപവാദ പ്രചരണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ഹമീദിൻ്റെ ഭാര്യ ഹഫ്സത്ത്, മകൻ ജെറീൻ, CPM ലോക്കൽ സെക്രട്ടറി P. പ്രസാദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.